ശരിയാ, എനിക്കെന്നെ തെറ്റ് മനസ്സിലായി. അവൻ കളിക്കട്ടെ, കളിച്ച് വളരട്ടെ, പഠിത്തം പഠിപ്പിലൊക്കെ പിന്നെ ഓനെ അമേസിംഹ. ഇനി മുയൽ കുഞ്ഞുങ്ങളോ മാൻ കുഞ്ഞുങ്ങളോ ആരോട് പറഞ്ഞാലേ കളിച്ചോ, അച്ഛനൊരു പ്രശ്നമില്ല. ആ ശരിക്കും ഓഗസ്റ്റ് 31 വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അന്ന് എനിക്ക് കുറെ കുട്ടികളുടെ നാടകങ്ങൾ കാണാൻ ഉള്ള അവസരം ലഭിച്ചു. താങ്ക്സ് ടു ദ 34th സഫ്ദർ ഹാഷ്മി ഡ്രാമ ഫെസ്റ്റിവൽ അറ്റ് ആര്യ ഓഡിറ്റോറിയം. കണ്ട 11 നാടകങ്ങളും വളരെ മികച്ചവയായിരുന്നു. എല്ലാ നാടകങ്ങളും അതിൽ അഭിനയിച്ച കുട്ടികളും എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചു. കുട്ടികളുടെ കഴിവുകളും പ്രകടനശേഷിയും കൂട്ടായ്മയും എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. എല്ലാ നാടകങ്ങളും കുട്ടികളുടെ കഴിവും മനസ്സും കാണാനുള്ള നല്ല അവസരങ്ങളായിരുന്നു. ഈ ഫെസ്റ്റിവൽ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ മകൻ ആൻഡോ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നു. അവരുടെ ടീം 2ാം സ്ഥാനവും നേടിയിരുന്നു. ആ സന്തോഷം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഈ ഉത്സവം വെറും ഒരു നാടകവേദിയല്ല. കുട്ടികൾക്ക് കഥകൾ പറയുവാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാനും കൂട്ടുകാരുമായി ചേർന്ന് പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളായിരുന്നു. കഥാപാത്രങ്ങളായോ പിന്നിൽ സഹായിച്ചോ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ചോ ഒത്തിരി കുട്ടികൾ ഈ യാത്രയുടെ ഭാഗമായിരുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒത്തിരി ഗുണങ്ങൾ ലഭിക്കുന്നു. ഇതിൻ്റെ 3 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. 1. കുട്ടികളുടെ ആത്മവിശ്വാസം കൂടും, സംസാരശേഷി മെച്ചപ്പെടും. വേദിയിൽ കയറാനും വേദിയിൽ നിൽക്കാനും ആദ്യം ഭയമായിരിക്കും. പക്ഷേ പിന്നീട് കുട്ടികൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും വരും. അവർ വ്യക്തമായി സംസാരിക്കുവാനും ശരീരഭാഷ ഉപയോഗിക്കുവാനും പഠിക്കും. ഇത് പഠനകാലത്തും ഭാവി ജീവിതത്തിലും അവരെ ഒത്തിരി സഹായിക്കും. 2. കുട്ടികളുടെ സർഗാത്മകതയും ഭാവനയും വർദ്ധിപ്പിക്കുന്നു. നാടകങ്ങൾ കുട്ടികളെ പുതിയതായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങളായി മാറുമ്പോൾ അവർക്ക് കഥ പറയാനും മറ്റുള്ളവരുടെ സ്ഥിതിയിൽ നിന്ന് ചിന്തിക്കാനും കഴിയും. ഇത് മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇതിലൂടെ കുട്ടികളുടെ സർഗാത്മകതയും ഭാവനയും വർദ്ധിക്കുന്നു. 3. കുട്ടികളുടെ കൂട്ടായ്മകളും സൗഹൃദങ്ങളും വളർത്തുന്നു. നാടകങ്ങളിലൂടെ കുട്ടികൾക്ക് കൂട്ടായ പ്രവർത്തനം, സഹകരണം, ശ്രദ്ധയോടെയുള്ള കേൾക്കൽ എന്നിവ പ്രാക്ടീസ് ചെയ്യാനും
പഠിക്കാനും പറ്റുന്നു. പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നു. ഇന്നത്തെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ ഇത്തരം പരിപാടികൾ കുട്ടികളെ എത്രത്തോളം വളർത്തുന്നുവെന്ന് മനസ്സിലായി. നാടകങ്ങൾ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താനും ആത്മവിശ്വാസം നേടാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും സഹായിക്കുന്നു. പ്രിയ കുട്ടികളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു കഥയിലെ കഥാപാത്രമാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? വേദിയിൽ സംസാരിക്കാൻ, സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു കഥ അവതരിപ്പിക്കാൻ? എങ്കിൽ നാടകങ്ങൾ വളരെ നല്ല അവസരങ്ങളാണ്. ഇതിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനും പുതിയ പുതിയ സുഹൃത്തുക്കളെ നേടുവാനും ആത്മവിശ്വാസം വളർത്തുവാനും സഹായിക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു പുതിയ ലോകം നമുക്ക് തുറക്കാം. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ കഴിവുകളും സ്വപ്നങ്ങളും വളർത്താൻ മാതാപിതാക്കളായ നമ്മൾക്ക് വലിയ പങ്കുണ്ട്. നാടകങ്ങൾ കുട്ടികൾക്ക് അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും കൂട്ടായ്മയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകും. അവ സമ്മാനങ്ങൾ വാങ്ങാനോ കൈകടികൾ നേടാനോ മാത്രമല്ല, പക്ഷേ ജീവിതത്തിൽ വളരാൻ വേണ്ടിയുള്ള അനുഭവങ്ങൾക്കായാണ് ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള സമ്പന്നമായ അനുഭവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. അവരുടെ പരിശ്രമങ്ങളെ ആഘോഷിക്കാം, പിന്തുണ നൽകാം, അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാം. സ്റ്റേജുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം.